ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ സിറ്റ് ഔട്ടിൽ നിന്ന് കയറുന്നത് ഒരു ഹാളിലേക്കാണ്. അപ്പോൾ അവിടെ പിന്നെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങോട്ട് പോയതാണ്. പിന്നെ എനിക്കൊരു പുസ്തകം വാങ്ങാനും കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ അവിടെ ഡൈനിങ് ഹാളിൽ പിന്നെ എന്താ പറയുക, നമ്മൾ ഷോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോസിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവളുടെ ഏട്ടൻ്റെയും പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മക്കൾ കൊടുത്ത ഗിഫ്റ്റാണ് ആ കാണുന്നത്, വരച്ച ഫോട്ടോ കേട്ടോ. പിന്നെ അവളുടെ പൂച്ചയാണ്, അതിൻ്റെ പേരെന്താണെന്ന് അവളെന്താ വിളിക്കണ കേട്ടു, എനിക്കറിയില്ല. അക്കു അങ്ങനെ എന്തോ ആണ്. നല്ല അടിപൊളി പൂച്ചട്ട കണ്ടപ്പോൾ തന്നെ. നല്ല നമ്മൾ ഊട്ടി പൂച്ചയൊക്കെ അല്ലേ, അതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് നേരത്തും പിന്നെ ആ പൂച്ച എന്താ പറയുക, അവളെ വൈത്താലം ഇങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗായ്സ്. പിന്നെ ഗായ്സ്, അവളെ ചെറിയ മകൻ്റെ ഒരു പാട്ടാണ് ഇങ്ങോട്ട് അടുത്തത്. പാട് ചെയ്യും. പിന്നെ എങ്ങനെ വന്നു? അപ്പോൾ അവൻ്റെ പാട്ട് അവിടെ കഴിഞ്ഞു കേട്ടോ ഗൈസ്. പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് മോളുടെ ബെഡ്റൂമാണ് കേട്ടോ, അവളുടെ വലിയ മോളുടെ ബെഡ്റൂമാണ്. പിന്നെ നമ്മുടെ അടുക്കളയ്ക്ക് വന്നപ്പോൾ അവൻ അടുത്ത പരിപാടി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഏട്ടൻ വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കരണ്ട് തിന്നൊരു പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ വയറുവേദനയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല എന്ന് അവൾ പറഞ്ഞത്. പക്ഷേ വീട്ടിൽ നല്ല വിക്രസാണ് കേട്ടോ. പിന്നെ എന്നെ നേരെ ഓൻ വിളിച്ചുകൊണ്ടായിട്ട് ഓൻ കൊലായിൻ്റെ ഉമ്മർത്ത് പൂജാമുറി ഉണ്ട് കേട്ടോ, അതൊക്കെ കാണിച്ചു തന്നു. ഇത് തുറന്നൊക്കെ കാണിച്ചു തന്നു കേട്ടോ. വീഡിയോസ് എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പൂജാമുറി ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, അല്ലേ ഇതും കാണിച്ചു തരാനും പറഞ്ഞു തരാനൊക്കെ. അപ്പോൾ പുള്ളി എൻ്റെ ഉള്ളിൽ കയറി വാതിലടയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ വെല്ലം ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇത് ഒരു ഹാളിലുള്ളൊരു സോഫയാണ് കേട്ടോ. അപ്പോൾ ഏട്ടപ്പത്രേരും അവിടെ നിന്നിട്ട് ടി വി ഒക്കെ കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇത് മക്കളെ ബെഡ്റൂമാണ്. അവളെ വേറെ 2 പെൺകുട്ടികളുണ്ട്, അവരുടെ ബെഡ്റൂമാണ്. 3 പെൺമക്കളും ഒരു മോനുമാണുള്ളത്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. അങ്ങനെയൊക്കെയാണ്. മൊത്തത്തിൽ നല്ല അടിപൊളി വീടാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, സംഭവങ്ങളൊക്കെ നല്ല കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കണ ഒരു വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങോട്ട് പറ്റലുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ ബെഡ്റൂമാണിത്. അപ്പോൾ അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓളും തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടോ. അതുകൊണ്ട് ഒക്കെ നമുക്ക് കാണാൻ പറ്റി, വീഡിയോസ് എടുക്കാൻ പറ്റി. പിന്നെ മോൻ വന്നിട്ട് കൊണ്ടുപോയതാണ്. ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്റൂം കേട്ടോ പറഞ്ഞിട്ട് അവൻ കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ അവർ കിടക്കണ റൂമാണിത്, മോനൂടെ കിടക്കണ റൂമാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ഇറങ്ങിയതാട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ വീഡിയോസ് പിന്നെ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കട്ടെ, അന്ന് കള്ളത്തരാണില്ലേ വയറുവേദന എന്നൊക്കെ നുണ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട കാണിച്ചു കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ മൂപ്പർക്ക് നല്ല പേടിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ. പിന്നെ അവരിന്നെന്തോ അമ്പലത്തിൽ പോയതാണെന്നാണ് പറഞ്ഞത് രാവിലെ. അപ്പോൾ അങ്ങനെ ലീവായതാ തോന്നുന്നു മോന്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇതാണ് അവരെ എന്താ പറയുക, ഒരു കിച്ചൺ ഇതാണ് കേട്ടോ ഉള്ളിലുള്ള. പിന്നെ പുറത്തോട്ടുണ്ട് വേറെ. പിന്നെ ഇത് സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞതാണ്. ഞാൻ പിന്നെ അറിയാതെ എടുത്താണ് അതൊക്കെ. ശരിയാക്കി വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വന്നതുകൊണ്ട് അവൾക്കൊന്നും നേരെയാക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. പിന്നെ പുറത്തോട്ടൊരു കിച്ചൺ ഉണ്ട് കേട്ടോ. പിന്നെ വന്നത് അവിടെ ഈ ഭാഗങ്ങളൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ്. ഇതാണ് പുറത്തോട്ടുള്ള കിച്ചൺ. ചെറിയൊരു പെട്ടിക്കൂട് പോലെ, പക്ഷെ നല്ല പെട്ടിക്കൂട് പോലെ അങ്ങനെയല്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുഞ്ഞൊരു അടുക്കള, എനിക്ക് നല്ല ഇഷ്ടമായി. അടുപ്പും ഇതും വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം, പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അടുക്കളയെ തോന്നുന്നു. പക്ഷെ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. ചെറുതാവുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കൊണ്ടൊക്കെ കഴിഞ്ഞുകൂടല്ലോ, വെപ്പും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ അടുപ്പായാലും ഒക്കെ നല്ല പൊളിയാണ് കേട്ടോ. പിന്നെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മുറ്റത്തും തന്നെ സെപ്പറേറ്റ് ആയിട്ട് അടുപ്പുണ്ട് കേട്ടോ. ഒക്കെ എല്ലാം കൊണ്ട് നല്ല സൗകര്യമുള്ള നല്ല വീടാണ്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ നമ്മളിതാ ഒരു കിണറാണിത്. പിന്നെ ഒരുപാട് തൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തോട്ടത്തിലൊക്കെ നിറച്ച് വെറ്റിലയും കുരുമുളകും ഒക്കെ ഉള്ള എന്താ പറയുക ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. പിന്നെ പുറത്തേക്ക് ടോയ്ലറ്റും ഇതൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതൊക്കെ അവന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയായിട്ട് പോകാൻ നിന്നപ്പോൾ അവനെ തുറന്ന് കാണിച്ചു തരികയാണ്. ഇത് തുറന്നിട്ട് നിങ്ങൾ ഇടുക്കി, അങ്ങനെയാണ് എല്ലാവരും കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. ഒരു കണക്കിന് ഓൻ അവിടെ ഉണ്ടായപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിനും. പിന്നെ ഇതൊക്കെ ടോയ്ലറ്റൊക്കെ പ്രത്യേകിച്ച് എടുക്കാൻ പറഞ്ഞു. പിന്നെ അപ്പോഴത്തേക്ക് എനിക്ക് ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു, പാൽ ചായ ഉണ്ടായിരുന്നു, പിന്നെ ചിപ്സ്, പിന്നെ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ച് പിന്നെ വീട്ടിൽ പിന്നെ 4 മണിയാകുമ്പോൾ മോനിട്ടനെ സ്കൂളിൽ വിടും. അപ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്താനുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ചായ കുടിച്ച് ഞാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ.